+1 റിസൾട്ട് വന്നു. ഇനി ഏതൊക്കെ വിഷയങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അത് ക്ലിയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. വെൽക്കം ടു എഡ്യൂപോഡ്. ഇറ്റ്സ് മീ നാഫി. ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇംപ്രൂവ്മെന്റിന്റെ സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 3 വിഷയങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, 80 മാർക്കിന്റെ വിഷയത്തിൽ TE നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ആ വിഷയത്തിൽ എന്തായി, ഡബിൾ പാസ്സായി. അല്ലെങ്കിൽ 60 മാർക്കിന്റെ വിഷയമാണെങ്കിൽ TE നിങ്ങൾക്ക് 36 കിട്ടിയാൽ നിങ്ങൾ അവിടെ എന്തായി, ഡബിൾ പാസ്സായി. എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ ഡബിൾ പാസ് കിട്ടാത്ത വിഷയങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. ചിലപ്പോൾ അത് ആളുകൾക്ക് 3ൽ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡബിൾ പാസ് കിട്ടാത്ത വിഷയങ്ങളിൽ നിങ്ങൾക്ക് +2 ടഫായിട്ട് തോന്നുന്ന വിഷയം ഏതാണോ അത് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +2നെ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി സിമ്പിൾ ആണ് ഇത് +1. ഞാൻ റിയാലിറ്റി പറഞ്ഞുതരാം. +2നെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് സ്ട്രീം ആണെങ്കിലും, കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഏത് സ്ട്രീം ആണെങ്കിലും +2നെ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി സിമ്പിൾ ആണ് എന്ത്, +1 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് +1ലാണ് കൂടുതൽ മാർക്ക് നേടാനുള്ള ഒരു സാധ്യത ഉള്ളത്. അപ്പൊ ഡബിൾ പാസ് കിട്ടാത്ത വിഷയങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. അത് 3ൽ കൂടുതൽ വിഷയങ്ങൾ നിങ്ങൾക്ക് ഡബിൾ പാസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായി തോന്നുന്ന വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, +1ൽ ഇംപ്രൂവ് ചെയ്യുക. കാരണം +2 എന്തായാലും നന്നായിട്ട് പഠിക്കാനുണ്ട്. +1നേക്കാളും 2 ഇരട്ടി നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, +2ൽ പഠിക്കാനുണ്ട്. അപ്പൊ +2നെ കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ഏതാണ്, +1 ആണ്. +2നെ കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ഏതാടാ, +1 ആണ്. ശ്രദ്ധിക്കണേ, +2നെ കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ഏതാണ്, +1 ആണ്. അപ്പൊ +1 നിങ്ങൾക്ക് അടിപൊളിയാക്കി എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പൊ അതിനാണ് എന്ത്, ഇംപ്രൂവ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് 3 വിഷയങ്ങൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾക്ക് ഡബിൾ പാസ് ഇല്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള വിഷയത്തിൽ മാർക്ക് കുറവാണെങ്കിൽ ആ വിഷയവും നിങ്ങൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. 3 വിഷയങ്ങളാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. മോസ്റ്റ് പ്രോബബ്ലി സെപ്റ്റംബർ ഒക്ടോബർ ഒരു പീരീഡിലായിരിക്കും നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുക. അപ്പോൾ ഇംപ്രൂവ്മെന്റും +2 കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് എഡ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എഡ്യൂപോഡിന്റെ +2 സൂപ്പർ ബാച്ചിൽ പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ എഡ്യൂപോഡിന്റെ +2 സൂപ്പർ ബാച്ചിൽ ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ശ്രദ്ധിക്കുക, ഡബിൾ പാസ് ഇല്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള വിഷയങ്ങൾ, കാരണം +1നേക്കാളും ടഫാണ് +2, അപ്പം ടഫായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എഡ്യൂപോഡ് റെഡിയാണ്. എഡ്യൂപോഡിന്റെ +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ എന്തായിട്ട് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ എഡ്യൂപോഡിന്റെ +2 സൂപ്പർ ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇംപ്രൂവ്മെന്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് കിട്ടും. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.